ചെയ്തു തരണം. ഞാൻ വരാതിരിക്കില്ല പ്രഭു, ഞാൻ വരും. ഇതിങ്ങനെ ഡെയിലി മിക്ക ദിവസം ഇയാളെ വിളിച്ചിട്ട് പ്രഭു എന്നെ വിളിച്ചിട്ട് പറയും, വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം എന്നിങ്ങനെ പറയും. അപ്പൊ എനിക്കൊരു സംശയം വന്നു, എന്താണ് ഈ ചെയ്തു തരേണ്ടത് എന്ന് എനിക്കൊരു ചെറിയ സംശയം വന്നു. ഇനി ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ പണി നടക്കുന്നുണ്ട്, ഇനി അതിൻ്റെ വല്ല സംഭാവനയ്ക്ക് വേണ്ടി ആവാൻ എന്നെ വിളിക്കുകയും എനിക്ക് ചെറിയ സംശയം തോന്നി. അപ്പോൾ അതൊന്നും അല്ലാന്ന് എനിക്കിവിടെ വന്നിറങ്ങിയപ്പോൾ മനസ്സിലായി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സംഭാവനയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് പണ്ട് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു, 4ാം ക്ലാസ് വരെയുള്ള സ്കൂൾ. വൈകുന്നേരങ്ങളൊക്കെ ആ സ്കൂളിൻ്റെ മുറ്റത്ത് പോയി ഇരിക്കാറുണ്ട് ഞങ്ങളൊരു ഗ്യാങ്. അപ്പോൾ അവിടുത്തെ ടീച്ചർമാർക്കൊക്കെ ഞങ്ങളറിയാം, കുട്ടികൾക്കും അറിയാം, ഹെഡ് മിസ്സസിനറിയാം, ആ പള്ളിയിലെ അച്ഛന്മാർക്കറിയാം. ഒരു ദിവസം ആ സ്കൂളിലെ ഞാൻ സിനിമ നടനായി തുടങ്ങിയുള്ളൂ. അപ്പോൾ ഒരു ദിവസം ആ സ്കൂളിലെ 3 ടീച്ചർമാർ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ഇരിക്കാൻ പറഞ്ഞു, ചെന്ന് ചായ കൊടുത്തു. രാവിലെയാണ്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ടീച്ചറെ രാവിലെ വന്ന എല്ലാവരും കൂടി? ഒന്നുമില്ല അച്ഛാ, ഞങ്ങൾ ഒരു ചെറിയൊരു ഡൊണേഷന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ അറിയാമല്ലോ, ഞങ്ങൾ പള്ളി സ്കൂൾ എനിക്കറിയാം, ഞാനെപ്പോഴും കാണുന്നല്ലേ, നിങ്ങളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സ്കൂളിനെ കുറിച്ച്. അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, സാർ അവിടെ ചെന്ന ടീച്ചർ പറഞ്ഞു, നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ അറിയാവുന്നെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു പള്ളിക്കാര സ്കൂളാണ്. ഈ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് വരെയുണ്ട്. പിന്നെ അവിടെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങൾ 4 ടീച്ചർമാരുണ്ട്. ഇന്ന് ഞങ്ങൾ 3 പേരെ വന്നിട്ടുള്ളൂ, ടീച്ചർ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്നു. പിന്നെ ഒരു ഹെഡ് മിസ്സസ് ഉണ്ട്. അപ്പോൾ